മധുരയ്ക്ക് പോവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മധുരയിൽ നിന്ന് ഏകദേശം 34-35 കിലോമീറ്റർ താണ്ടിയാണ് നമ്മൾ മേളവളവ് എന്ന ഗ്രാമത്തിൽ വന്നിരിക്കുന്നത്. ജൈനമത സന്യാസിമാർ താമസിച്ചിരുന്ന സ്ഥലം ഈ പാറക്കെട്ടുകളുടെ അടിയിലുണ്ട്. അതിനെ ജയിൽ ബെഡ് എന്നും വിളിക്കും. അവിടെ താമസിക്കുന്നവരുടെ പേര് അവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. ഇവിടെ പാറകളിൽ പണ്ടത്തെ ലിപികൾ കൊത്തിവെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ടുവരുമ്പോൾ ഇവിടെ ഒരു കുളമുണ്ട്. അത് 3 ആൾ പൊക്കമുള്ള ഒരു കുളമാണെന്നാണ് പറയുന്നത്. കുറേ പടവുകൾ താണ്ടി ഞങ്ങൾ ഇനി മുകളിലോട്ട് പോവുകയാണ്. നല്ല ഭംഗിയുണ്ട് ഇതിന് മുകളിൽ കയറിയിട്ട് കാണാൻ ആ ഗ്രാമമൊക്കെ. ഇത് ഈ പാറക്കെട്ടുകൾ കണ്ടത് ഇപ്പോൾ ഉരുണ്ടു പോകുന്ന പോലെ. പക്ഷേ താഴെ പോയില്ല. ഇത് ഇൻസൽബർഗ് എന്നൊരു പ്രതിഭാസമാണ്. ഈ കുളം ഒരിക്കലും പറ്റത്തില്ല. 365 ദിവസവും ഇതിനകത്ത് വെള്ളമുണ്ടെന്നാണ് അറിഞ്ഞത്. മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ആഹാ, എന്താ ഭംഗിയാ ഗ്രാമങ്ങൾ കാണാൻ. പിന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് 2 തൂൺ കണ്ടു. അപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെയൊക്കെ പോയി നോക്കി. ഇതെന്നത്തിനെന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല. ഇതെന്നതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല ഞങ്ങൾക്ക്. അപ്പോഴത്തേക്ക് അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതിൻ്റെ അകത്തോട്ട് ഒരു നല്ല തണുപ്പാട്ടോ. അപ്പോഴത്തേക്ക് ഇത് നടുക്ക് മാത്രം ഇങ്ങനെ ഫിറ്റ് ചെയ്തേക്കുവാണ്. പിന്നെ ഞങ്ങൾ അതിൻ്റെ മണ്ടയ്ക്കോട്ട് സ്റ്റെപ്പൊക്കെ കയറിയപ്പോൾ ദേണ്ട്. പിന്നെ ഞങ്ങൾ ജൈനമത കൊത്തുപണികളുണ്ടല്ലോ അതൊക്കെ കണ്ടു. ഇതിൻ്റെ അകത്ത് ഗുഹയാണ് കണ്ടോ. അതിൻ്റെ നടുക്ക് അവിടെ ഒട്ടിച്ചു പോലെ വെച്ചേക്കുന്നതാണ്. ഞങ്ങൾ വിചാരിച്ചത് എങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ഇത്രയും പേരാണ് പോയത്. പിന്നെ ആ വഴി കൂടെ ഒക്കെ വന്നപ്പം ഒരു ക്ഷേത്രം കണ്ടു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കയറി. ഞാനിവിടെയൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല രസമായിരുന്നു ഇവിടെയൊക്കെ കാണാനായിട്ട്. പിന്നെ അധികം നേരം ഞങ്ങളവിടെ നിന്നില്ല. പിന്നെ പെട്ടെന്ന് ഞങ്ങൾ നേരെ മധുര മീനാക്ഷി അമ്മയുടെ ക്ഷേത്രത്തിൽ പോയി. അവിടെ ചെന്നപ്പോഴാണ് മഴ. പിന്നെ ഒന്നും പറയണ്ട, എല്ലാം പോയി. പിന്നെ ഞങ്ങളുടെ ശബ്ദം കേട്ടപ്പോൾ ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോയി നോക്കി. അവിടെ നല്ല രസമുണ്ടായിരുന്നു പാട്ട്.